നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസസ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ ആൻഡ് എൻജിയുടെ എല്ലാത്തിൻ്റെ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഷെയർ ലെവൽസ് ലോണി പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യാൻ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു. ഇത്രയ്ക്ക് ഒരു ലെവൽസാണ്. ചാനലിൻ്റെ ഇപ്പോൾ ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് വരുന്നത് റൈറ്റ്. നെക്സ്റ്റ് എന്താണ് ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്? പ്രൈസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സഡൻലി പ്രൈസ് ഇവിടുന്ന് മോസ്റ്റ്ലി ചാൻസസ് ഫോർദർ ഓഫ് സൈഡ് 1 2 3 4 and 5 ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് റൈറ്റ് ഇതിൻ്റെ. സോ പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് ഇമ്പൾസീവ് മൂവിലാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല. ലൈക്ക് വളരെ കുറവാണ്. ലൈക്ക് മാക്സിമം ലൈക്ക് ചെയ്യണം എല്ലാവരും കൂടി. പ്ലീസ് കമൻറ്റ് ചെയ്യണം, എന്നിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തരത്തില്ല. ഇത് നോക്കിക്കോ, ഇത് എത്ര പോയിൻറ്റ്സിൻ്റെ ഫോൾ ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ് 260 പോയിൻറ്റ്സ്. ഓക്കെ, സോ 2 ഫോൾ എത്രയാണ്? മിനിമം റേഷ്യോ ആണ്. കാരണം വെച്ചാൽ പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. ആൻഡ് ദെൻ ഫോർത്തിൻ്റെ ഫോൾ 1-2 പേര് എൻ്റെ ടച്ചിലുണ്ടായിരുന്നു. ഇവിടുത്തെ ഞാൻ പറയുകയും ചെയ്തു. ഇത് പ്രൈസിൻ്റെ മോർണിംഗ് ഞാൻ ഇവിടുന്ന് ഇതുപോലത്തെ തന്നെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. ഇത് പ്രൈസ് ഇങ്ങനെ മോസ്റ്റ് ചാൻസസ് പ്രൈസ് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഫോർത്താണെങ്കിൽ സപ്പോർട്ട് എടുക്കും ആൻഡ് പ്രൈസ് റിവേഴ്സൽ എടുക്കും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഇലിറ്ററി തിയറി. ട്രാക്ക് ചെയ്യുക എപ്പോഴും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. സംടൈംസ് ന്യൂസ് ബേസ്ഡ് ആണ് ഇത്ര ദിവസം മാർക്കറ്റ്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാനും തരുന്നില്ല. കാരണം വെച്ചാൽ ന്യൂസ് ബേസ്ഡ് ആണ്, നമുക്കൊന്നും പ്രോപ്പർലി പറയാൻ പറ്റില്ല. ചാർട്ടിൽ എന്താ കാണുന്നത് അത് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ 260 ഇതായിരുന്നു ഫോൾ. ആൻഡ് ഇത് തന്നെ ആയിരുന്നു 270 പോയിൻറ്റ്സിൻ്റെ പ്രൈസ്. കണ്ടോ 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ സഡൻ ഇവിടുന്ന് കണ്ടോ പ്രൈസ് സഡൻ ഗ്യാപ് ഡൗൺ ഫുള്ളി മാർക്കറ്റ് മോഡിലേക്ക് പോയിട്ടാണ്. ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് റൈറ്റ്. നെക്സ്റ്റ് എന്താണ് ഇനി നമുക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? പ്രൈസ് ഫിഫ്ത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫിഫ്ത്തിൻ്റെ റെസിസ്റ്റൻസ് ഫിഫ്ത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് എൻഡി നല്ലിലേക്കാണ് പ്രൈസ് മോളിൽ പോകുന്നത്. 1 2 3 ഇതാണ് എൻഡി നൽ പാറ്റേൺ. ചാൻസസ് ഉണ്ട്, ഇപ്പോൾ ഫോം ആയിട്ടില്ല എന്ന് പറയാം പ്രോപ്പർലി. ബട്ട് പ്രൈസ് ഇവിടുന്ന് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കാൻ ഉള്ള ഇതിലേക്കാണ് ഡയഗണൽ പാറ്റേൺ. കാരണം വെച്ചാൽ ഇതിൻ്റെ 3 മൂവ്സ് ആണ്. 1 2 3 താഴേക്ക് വന്ന് 1 2 3 മുകളിലേക്ക് പോകുന്നത് 1 2 and 3 8 അങ്ങനെയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല ബട്ട് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇനി റെസിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഫസ്റ്റ് സപ്പോർട്ട് ഞാൻ പറയട്ടെ. ഫസ്റ്റ് സപ്പോർട്ട് നമ്മുടെ ഫോർത്തിൻ്റെ ലോ ഇതാണ് സപ്പോർട്ട്. ഇത് ബ്രേക്ക് ആയ ദാറ്റ് മീൻസ് ഡിഗ്രി ഫോളാണ്. ഇനി ശ്രദ്ധിക്കുക, ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഡിഗ്രി ഫോളാണ്. ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ലേറ്റസ്റ്റ് ഹൈ ഏതാണ്? ഇതാണ് ലേറ്റസ്റ്റ് ലെഗ് ആൻഡ് ഹൈ. ഇതാണ് ലേറ്റസ്റ്റ് ലോ ഇതാണ്. ഓക്കെ, സോ ഇതായി നമുക്ക്. ആൻഡ് ദെൻ റെസിസ്റ്റൻസ് വരുന്നത് ലേറ്റസ്റ്റ് ഹൈ ടു ലേറ്റസ്റ്റ് ലോ 81.20%. ദാറ്റ് മീൻസ് 23,230 ആണ് നമ്മുടെ പക്ക മേജർ റെസിസ്റ്റൻസ്. ഫിഫ്ത്തുമാണ് ആൻഡ് റെസിസ്റ്റൻസുമാണ് 81.20%. മനസ്സിലായി? ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാറുള്ളത്. സോ അവിടെ വരുമ്പോൾ എൻഡിൽ പാറ്റേൺ ഫോം ചെയ്യണമെങ്കിൽ പ്രൈസ് റിജക്ഷൻ തരുവാണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം ഡൗൺ സൈഡ് ഫോർ ഡിഗ്രി ഫോൾ റൈറ്റ്. ബട്ട് നാളെ എങ്ങനെയാണ്? ഇപ്പോൾ തന്നെ ഫിഫ്ത്തിലേക്കാണ് പ്രൈസ് ഉള്ളത്. ന്യൂസ് ബേസ്ഡ് ആയിരിക്കും നാളെ മാർക്കറ്റ്. നാളെ മോർണിംഗ് തന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുവാണെങ്കിൽ വാറിൻ്റെ ന്യൂസാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും പോകും. ഓക്കെ, സോ ഇപ്പോൾ ഫിഫ്ത്താണ് കണ്ട. ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ് ഇങ്ങനെ എടുക്കാറുള്ളത്. സോ 61.80%. ആൻഡ് ഈ നല്ല ഒരു റിജക്ഷൻ സോണാണ് പ്രൈസ്. സോ ബുള്ളിഷ്നെസ് ഇനി നോക്കുകയാണെങ്കിൽ 23,230 അപ്പോൾ പ്രൈസ് റെഗുലർ സസ്റ്റെയിൻ മാത്രമേ നോക്കിയിട്ട് പ്ലേ ചെയ്യാവുള്ളൂ മുകളിലേക്ക്. അല്ലെങ്കിൽ അവിടെ റിജക്ഷൻ സോണാണ് വരുന്നത്. മനസ്സിലായി? ഇതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി ക്രൂഡ് ഓയിൽ കിടക്കാം. നിഫ്റ്റിയിൽ കഴിഞ്ഞു. ഇനി ക്രൂഡ് ഓയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ലാസ്റ്റ് അന്ന് ഷെയർ ചെയ്തതാണ് നമ്മുടെ ഡിസ്കഷന് 1 hour ചാർട്ടിൽ. പ്രൈസ് അതുവരെ പോയിട്ടില്ല അത്ര. സ്റ്റിൽ അത് തന്നെയാണ്. സോ സ്റ്റിൽ തേർഡ് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഫോർത്തിൻ്റെ റിജക്ഷൻ ഇത്ര 1000 പോയിൻറ്റ്സ് ഈ പോയിൻറ്റ്സിൻ്റെ റിജക്ഷനാണ് അത്രയ്ക്ക് ഉണ്ടാവേണ്ടതാണ്. ആ റിജക്ഷൻ ഇതുവരെ വന്നിട്ട് സ്റ്റിൽ തേർഡ് ഓൺ ഗോയിങ് ആണ് ഞാൻ പറയുന്നത്. സ്റ്റിൽ തേർഡ് ഓൺ ഗോയിങ്. തേർഡിൻ്റെ അകത്തുള്ള ഇതാണ് നടക്കുന്നത്. 1 2 3 4 5 എക്സ്റ്റൻഷനാണ്. ഇൻറ്റേർണൽ മൂവ്സ് നടക്കുന്നത്. തേർഡ് തന്നെയാണ് ഇപ്പോൾ നടക്കണുള്ളൂ. ഇതിനകത്ത് ഒന്നും കൺഫ്യൂഷൻ ഇല്ല ക്രൂഡ് ഓയിൽ. കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്സ് 1550 പോയിൻറ്റ്സിൻ്റെ റിജക്ഷൻ ഇതാണെങ്കിൽ അത്ര തന്നെ അങ്ങനെ വരണം. ആ റിജക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. സോ പ്രൈസ് സ്റ്റിൽ ബുള്ളിഷാണ്. കറക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. റെസിസ്റ്റൻസ് ഞാൻ എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് മോസ്റ്റ്ലി 111% ആൻഡ് 127% അങ്ങനെയൊക്കെ റിജക്ഷൻ. 111.0% ഇതാണ് 10,910. പിന്നെ 127%,
ഫോർ ദ റിസസ്. അവിടെ നിന്ന് റിജക്ഷൻ എടുക്കും, 100% ഏരിയന് റിജക്ഷൻ എടുക്കും, ബട്ട് കറക്ഷൻ തരത്തില്ല. ഏത് ഈ 1500 പോയിൻറ്റ്സിന് കറക്ഷൻ ഇവിടെ നിന്ന് തരാൻ ചാൻസസ് കുറവാണ്, ഉണ്ടാകാം, കുറവാണ്. ഓക്കെ, സോ ഇപ്പോൾ സ്റ്റിൽ സൈഡ് വേസ് ടു ബുള്ളിഷ് ആണ് മാർക്കറ്റ്. മുകളിലേക്ക് പോവാണ്. 1 2 3 4 5 ആയിട്ട് ഇങ്ങനെ തേർഡിൻ്റെ ലെഗാണ് കേട്ടോ, തേർഡിൻ്റെ ലെഗ്. നാച്ചുറൽ ഗ്യാസ് പോകാം. നാച്ചുറൽ ഗ്യാസ് സൈഡ് വേസ് ടു ഡൗൺ ആണ്. ഇതിനകത്ത് ഇനി എനിക്കൊന്നും പറയാനില്ല. അന്ന് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഇതിൻ്റെ ഫുൾ ലെഗ് 81.0%. ഇങ്ങനെയാണ് നോക്കി. ഇതിനകത്ത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ 81.0%, ഇതിൻ്റെ ബില്ലും ആണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ബട്ട് യെസ് സ്മോൾ ടൈം ഫ്രെയിമിൽ ഐ തിങ്ക് വരുന്ന ഫോള് എ ബി സി ഡയങ്ങൾ മേ ബി ബൗൺസ് ഫസ്റ്റ് നോക്കാം. കാരണം ഇങ്ങനെ നമ്മൾ ഇത് ഓക്കെ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അഭാവം കിട്ടുള്ളൂ. ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ മാത്രമേ എന്തെങ്കിലും ഒരു ബുള്ളിഷ്നെസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് എന്ത് കിടന്ന് കളിക്കും. ദെൻ ബൗൺസ് എന്തിന് വീണ്ടും ഫോളാണ് ഇതിനകത്ത് കാണുന്നത്, റൈറ്റ്? ഇങ്ങനെയാണ് ഇതിൻ്റെ ബൗൺസ് വീണ്ടും ബ്രേക്ക് ഔട്ട്, ഫേക്ക് ബ്രേക്ക് ഔട്ട്, ആൻഡ് ദെൻ പിന്നെ നോക്കാം. അത് മീൻസ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് വരും, ബട്ട് ആ ബ്രേക്ക് ഔട്ട് ബോട്ടം ഔട്ട് ആവാനുള്ള ചാൻസസ് കുറവാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് തരും, പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, നേരത്തടിച്ച ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. എന്നിട്ട് ഇതിനകത്ത് ബുള്ളിഷ് ആവും, അല്ലെങ്കിൽ വീണ്ടും ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ച് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും കേട്ടോ. നോക്കിയിട്ട് പ്ലേ ചെയ്യാതെ. ഇനി ബാനിഫ്റ്റി അനാലിസിസ് എടുക്കാം. ടീച്ചർ ലൈക്ക് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യണം, എന്നിട്ടേ ഞാൻ ഇനി വീഡിയോ ഉണ്ടാക്കുകയുള്ളൂ. കൂടുതൽ വ്യൂസും ലൈക്സും ഇല്ലാത്ത കൊണ്ടാണ് എനിക്കൊരു ചെറിയൊരു മടി ഉണ്ടാക്കാൻ. സോ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ബെനിഫിറ്റ് 81.0% ഇതാണ്. ഓക്കെ, കൂടുതൽ ബുള്ളിഷ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഞാനില്ല, വെയിറ്റ് ചെയ്യുക. കാരണം ഞാൻ അന്നേ ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ലാസ്റ്റ് വീഡിയോ കാണുക, എന്നിട്ട് ബാക്കി ക്ലിയർ ആകും ആ പിക്ചർ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ബുള്ളിഷ്നെസ് ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ തന്നെ ഇത് പോയേക്കുന്നത് 1 2 3 ആൻഡ് ഇത് 4 ആയിരുന്നു, ആൻഡ് ദെൻ വീണ്ടും 5th ഓൺ ഗോയിങ് ആണ് ബാങ്ക് നിഫ്റ്റി. സോ ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റി പോയത് അപ്സൈഡ് ചാർട്ട്സ് കാണിക്കുന്നത് നാളത്തേക്ക് ഐ തിങ്ക് പോസിറ്റിവിറ്റി ആണ്, ബട്ട് വാറാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചാർട്ട് കാണിക്കുന്നത് എന്തായാലും പോസിറ്റീവ്, ചെറിയൊരു അപ്സൈഡാണ് ഫസ്റ്റ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ ഓക്കെ. ഡയറക്റ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പിന്നെ ഹ്യൂജ് ന്യൂസ് ആയിട്ടായിരിക്കും എന്തെങ്കിലും ഗ്യാപ്പ് ഡൗൺ വരുന്നത് കേട്ടോ. സെൻസെക്സ് ഇതിൻ്റെ നമുക്ക് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് കണ്ടിട്ട് എല്ലാവരും ഒറ്റയടിക്ക് ബുള്ളിഷ് ആവരുത്. മീൻസ് ബോട്ടം ഔട്ട് അതൊന്നും ഇല്ല, സമയമുണ്ട് അതിനൊക്കെ. ഓക്കെ, ഇൻട്രഡേ സ്മോൾ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് പ്ലേ ചെയ്യാൻ നോക്കിച്ചു. ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. ബിയറിഷ്നെസ് ഈ 4th ലോ. ഓക്കെ, 4th ലോ ഇതാണ് ഈ ലോ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രീനാക്കി മാർക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിയറിഷ്നെസ്സിലേക്ക് നോക്കാം. ഓക്കെ, മോസ്റ്റ്ലി ചാൻസസ് പ്രൈസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ്, പ്രൈസ് മുകളിലേക്ക് പോകണമെങ്കിൽ റെസിസ്റ്റൻസ് നോക്കുക, ആൻഡ് ദെൻ താഴേക്ക് പ്ലേ ചെയ്യാം. ബട്ട് പ്രൈസിൽ സഡൻലി ഫോൾ കിട്ടാൻ ചാൻസസ് കുറവാണ് ലൈവ് മാർക്കറ്റ്. ഇപ്പോൾ നോക്കുക കേട്ടോ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. യെസ്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കറക്റ്റ് റെസിസ്റ്റൻസിൻ്റെ അവിടെ വന്ന് നിൽക്കണം. നമ്മുടെ ഇതിനും അങ്ങനെ തന്നെ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക. ഫിബനാച്ചി എടുക്കുക, ലാസ്റ്റ് ലെഗിൻ്റെ ഇങ്ങനെ ഫിബനാച്ചി എടുക്കുക. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 81.0% എന്ന് മാർക്ക് ചെയ്യും. റൈറ്റ്, ഇതിൻ്റെ 81.0% ഇതായി, ആൻഡ് ലാസ്റ്റ് ലെഗിൻ്റെ റെസിസ്റ്റൻസ് 100%. സോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപിറ്റൽ, ആൻഡ് ദിസ് ലോ ഇസ് എ സപ്പോർട്ട്. ഓക്കെ, സോ നാളെ ഓപ്പണിംഗ് നോക്കുക. നാളെ ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ നെഗറ്റീവ് ഓപ്പണിംഗ് ആണോ, ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫോൾ ഡൗൺ സൈഡ്, അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറണമെങ്കിൽ മുകളിലേക്ക് പ്ലേ ചെയ്യും. സോ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഫോൾ. ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് നോക്കുക, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുക. ഓക്കെ, സോ സീ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.